മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പോലും കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശൻ സഖ്യം പിടിമുറുക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നു. തന്റെ സ്വാധീന കേന്ദ്രത്തിൽ പോലും സുധാകരനെ നിർവീര്യമാക്കാൻ അണിയറ നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് പുതിയ വിവാദം. കണ്ണൂരിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് മുൻ കെ.പി.സി.സി പ്രസിഡന്റും എം.പിയുമായ കെ സുധാകരനെ ഒഴിവാക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ 14 ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ കെ.പി.സി.സി നിർദ്ദേശപ്രകാരം നടക്കുന്ന സമരസംഗമം പരിപാടിയുടെ പോസ്റ്ററിൽ കെ സുധാകരന്റെ ചിത്രം ഇല്ലാത്തതാണ് സുധാകരൻ അനുകൂലികളെ ചൊടിപ്പിച്ചത്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവരുടെ ചിത്രങ്ങൾ വലുതായും യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ്, പി.സി. വിഷ്ണുനാഥ്, അനിൽകുമാർ, ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ചിത്രങ്ങൾ ചെറുതായും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ കണ്ണൂർ എം.പി ആയിരുന്നിട്ടും കെ സുധാകരനെ ബോധപൂർവം ഒഴിവാക്കിയെന്നാണ് സുധാകരന്റെ അനുകൂലികൾ ആരോപിക്കുന്നത്. ഇതിനെതിരെ സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പഴയ പോസ്റ്റർ പിൻവലിക്കുകയും പുതിയ പോസ്റ്റർ കണ്ണൂർ ഡി.സി.സി പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പുതിയ പോസ്റ്ററിൽ ദേശീയ നേതാക്കൾക്കൊപ്പം കെ സുധാകരനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണെന്നും അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ നിന്ന് ആ മുഖം ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചെറിയാൻ കരുത്തുള്ളവർ ആരും ജനിച്ചിട്ടില്ലെന്നുമായിരുന്നു സുധാകരൻ അനുകൂലിയുടെ പോസ്റ്റ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ തോട്ടട നടാലിലെ വീട്ടിൽ ചികിത്സയിലാണ് കെ സുധാകരൻ ഇപ്പോൾ. കെ.പി.സി.സി പ്രസിഡന്റ് പദവി നഷ്ടപ്പെട്ടതിനു ശേഷം കോൺഗ്രസിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് സുധാകരൻ എന്നൊരു വാദവും നിലവിലുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ കൂടെ കൂട്ടണമെന്ന സുധാകരന്റെ വാദവും പാർട്ടി നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം കെ.പി.സി.സി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കണ്ണൂർ കോൺഗ്രസിൽ ഡി.സി.സി അധ്യക്ഷനെ ചൊല്ലി തർക്കം രൂക്ഷമായി. നിലവിലെ ഡി.സി.സി അധ്യക്ഷനായ മാർട്ടിൻ ജോർജിന് ഒരു ടൈം കൂടി നൽകണമെന്നാണ് കെ സുധാകരൻ പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ ഡി.സി.സി അധ്യക്ഷന്മാരെയും മാറ്റാനാണ് ഇപ്പോഴത്തെ കെ.പി.സി.സി തീരുമാനമെന്നറിയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിക്ക് പുതിയ മുഖം നൽകാനാണ് ഈ നീക്കം. പുതുമുഖങ്ങളെയും വനിതകളെയും തലപ്പത്ത് കൊണ്ടുവന്ന പാർട്ടിയിൽ തലമുറ മാറ്റം കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കാതെയാകും പാർട്ടിയുടെ പുനഃസംഘടന. എന്നാൽ തങ്ങളെ പൂർണ്ണമായി തഴഞ്ഞുകൊണ്ടുള്ള പുനഃസംഘടനയിൽ ഉന്നത നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. എങ്കിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കെ സുധാകരനോ അദ്ദേഹം നേതൃത്വം നൽകുന്ന വിശാല ഐ ഗ്രൂപ്പിനോ പ്രസക്തി കുറഞ്ഞു വരികയാണ്. രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഗ്രൂപ്പിനും തിരുവഞ്ചൂരിന്റെ നിയന്ത്രണത്തിലുള്ള എ ഗ്രൂപ്പിനും പാർട്ടിയിൽ പഴയ സ്വാധീനമില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പാർട്ടി പിടിക്കാൻ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ മഴവിൽ സഖ്യം രൂപപ്പെടുന്നത്. കണ്ണൂരിൽ ഉൾപ്പെടെ കെ.സി. വിഭാഗം നേതാക്കൾ ആധിപത്യത്തിനായി രംഗത്തിറങ്ങി കഴിഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കെ.സി. വിഭാഗത്തിലുള്ള നേതാക്കളെ രംഗത്തിറക്കാൻ നീക്കം നടക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ ആധിപത്യമുള്ള കെ സുധാകരൻ അനുകൂലികളായ കൗൺസിലർമാർ ഭൂരിഭാഗവും പുറത്തിരിക്കേണ്ടി വരും. ഇതിനു പുറമെ കണ്ണൂർ ഡി.സി.സി അധ്യക്ഷൻ പദവിയിലേക്ക് കെ.സി. വിഭാഗക്കാരനായ രാജീവൻ എളയാവൂരിനെ കൊണ്ടുവരാനുള്ള നീക്കവും സജീവമാണ്. കെ.പി.സി.സി അധ്യക്ഷനായ സണ്ണി ജോസഫ് കെ സുധാകരൻ ഗ്രൂപ്പുകാരനാണെങ്കിലും ഇപ്പോൾ കെ.സി. സതീശൻ ഗ്രൂപ്പിനൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ മാർട്ടിൻ ജോർജിനെ ഡി.സി.സി അധ്യക്ഷ പദവിയിൽ നിലനിർത്തണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടും സണ്ണി ജോസഫ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇതോടെ സ്വന്തം തട്ടകമായി കണ്ണൂരിൽ പോലും കെ സുധാകരന് സ്വാധീനം നഷ്ടമാകുന്നതോടെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ നേതാക്കൾ മറുകണ്ഠം ചാടിയേക്കും.